ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ആദ്യ കൂടിക്കാഴ്ച നടത്തിയവരിൽ ഇൻഫോസിസിന്റെ സഹസ്ഥാപകനും യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനുമായ നന്ദൻ നിലേകനിയും. ആധാറിന്റെ മാതൃകയിൽ UK പൗരന്മാർക്കായി ഡിജിറ്റൽ ID സംവിധാനം നടപ്പിലാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച എന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇൻഫോസിസുമായി വാണിജ്യപരമായ ഇടപാടിന് ആലോചനയില്ലെന്നും പദ്ധതിയുടെ സ്വന്തം പതിപ്പ് നിർമ്മിക്കാനാണ് UK ഭരണകൂടം ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. UKയിൽ ഡിജിറ്റൽ ID കാർഡ് പദ്ധതി നടപ്പിലാക്കുന്നതിന് ജനപിന്തുണ കുറവാണ്. കൂടാതെ പ്രതിപക്ഷ കക്ഷികൾ പദ്ധതിയിൽ എതിർപ്പ് പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും സ്റ്റാർമർ തന്റെ പദ്ധതിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പങ്കുവച്ചിരുന്നു. ID കാർഡ് സംവിധാനം നടപ്പിലാക്കി വൻ വിജയം കൈവരിച്ച ഇന്ത്യയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് എന്റെ കൂടിക്കാഴ്ചകളിലൊന്ന് അതുമായി ബന്ധപ്പെട്ട ആശയത്തെക്കുറിച്ചായിരിക്കും. ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഡിജിറ്റൽ IDക്കായി ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിക്കാൻ UKയിലെ സംവിധാനത്തിൽ പദ്ധതിയില്ലെന്നാണ് വിവരം. ബ്രിട്ടീഷ് പൗരന്മാർക്കും UKയിലെ സ്ഥിര താമസക്കാർക്കും ജോലി ലഭിക്കുന്നതിന് നിർബന്ധിത ഡിജിറ്റൽ ഐഡന്റിഫിക്കേഷൻ കാർഡ് ആവശ്യമായി വരുമെന്ന് സെപ്റ്റംബറിൽ സ്റ്റാർമർ പ്രഖ്യാപിച്ചിരുന്നു. അനധികൃത കുടിയേറ്റം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യം, ക്ഷേമം, ശിശുപരിപാലനം, മറ്റ് പൊതുസേവനങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നത് ജനങ്ങൾക്ക് എളുപ്പമാക്കാനും ഡിജിറ്റൽ ID സഹായിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനിൽ സാധാരണ പൗരന്മാർക്ക് നിർബന്ധിത തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടായിരുന്നില്ല. അത്തരമൊരു ID വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും സ്വകാര്യ വിവരങ്ങൾ അപകടത്തിലാക്കുന്നുവെന്നും പൗരാവകാശ പ്രവർത്തകരുടെ വാദം. മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ബയോമെട്രിക് ID കാർഡുകൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പൊതുജനതയുടെയും പാർലമെന്റിന്റെയും എതിർപ്പ് പദ്ധതിയെ തകിടം മറിക്കുകയാണ് ഉണ്ടായത്.